ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെക്രട്ടേറിയൽ സ്കോളർ. അപ്പോൾ നമ്മുടെ ജൂൺ എക്സാംസ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം പുതിയതായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. ഒന്നില്ലെങ്കിൽ ബികോം കഴിഞ്ഞ് വന്നവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ CSET കഴിഞ്ഞ് വന്നവരായിരിക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ മിക്കവാറും ബുക്കൊക്കെ കിട്ടി കൈവശം എത്തിക്കാണും. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും ഒരു വാസ്റ്റ് സിലബസ് ആണല്ലോ ഞാൻ കവർ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ ബുക്കുകളൊക്കെ പഠിച്ച് തീർക്കണമല്ലോ, എന്ത് ചെയ്യണമെന്ന് സംശയത്തിലിരിക്കുന്ന ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ ഉണ്ടാകാം ഒരുപക്ഷെ. അപ്പോൾ ഞാൻ ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ അസോഫ്നോ പ്രൊഫഷണൽ, ഇനി എനിക്കൊരു 6 പേപ്പേഴ്സും കൂടി ഉണ്ട്. 6 പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയാണ് അസോഫ്നോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ചെറിയൊരു പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ വളരെ വേഗം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം 6 months പീരീഡ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടെ ഒരു സിലബസ് കവർ ചെയ്യാൻ തക്കവണ്ണം ഒരു ടൈം പീരീഡ് അല്ല ആക്ച്വലി. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. സോ അറ്റ്ലീസ്റ്റ് ഒരു 4 പേപ്പേഴ്സ് ഡിസംബറിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ തിങ്. അനദർ തിങ് ദാറ്റ് ഐ വിൽ ഡു ഫ്രം മൈ സൈഡ് ഈസ് ദാറ്റ്, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് എക്സിക്യൂട്ടീവിലെ കമ്പനി ലോ പോർഷൻസ് ഞാൻ പല വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും ഒരുപക്ഷെ. അപ്പോൾ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പോലെ. ഒപ്പം കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയി അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകാം. അവർക്കാണെങ്കിലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോച്ചിങ് സെൻറ്റേഴ്സിലെ ഭൂരിഭാഗം എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലെയും ഉൾപ്പെടെ 80% പോർഷൻസൊക്കെയാണ് കവർ ചെയ്യാറുള്ളൂ. അതിനുള്ള ടൈം പീരീഡ് ഉള്ളൂ. കാരണം നവംബറിലേക്ക് ആകുമ്പോഴത്തേക്ക് എന്തായാലും റിവിഷന് വേണ്ടി നമുക്ക് ഇരിക്കേണ്ടി വരും. നവംബർ, ഡിസംബർ എന്നീ 2 മാസങ്ങൾ മൊത്തം. അപ്പോൾ ഒക്ടോബർ എൻഡോടുകൂടെ അവരെല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും. സോ ദാറ്റ് എല്ലാ പോർഷൻസും അവർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. ബട്ട് വാട്ട് വി വിൽ ട്രൈ ഹിയർ ഈസ്, നമ്മൾ എൻ്റയർ കമ്പനി ലോ പോർഷൻസ് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിൽ കവർ ചെയ്യുന്ന എല്ലാ സെക്ഷൻസും ഈച്ച് സെക്ഷൻ ബൈ സെക്ഷൻ നമ്മൾ ഉള്ളിൽ ചെന്ന് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ ദാറ്റ് ഈവൻ ഇഫ് നിങ്ങൾ കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ എക്സാംസിന് അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം. എക്സാംസിന് എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വെച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. എസ്പെഷ്യലി ഇപ്പോൾ അറിയാൻ സാധിച്ചു, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആസ് വെൽ ആസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം എല്ലാ സബ്ജക്റ്റുകൾക്കും. സോ MCQ വരുന്ന സബ്ജക്റ്റ് എല്ലാം തന്നെ നമ്മൾ ടെക്സ്റ്റ് A to Z കവർ ചെയ്തിരിക്കണം. അത് കമ്പൽസറിയാണ്. കാരണം ടെക്സ്റ്റിൻ്റെ ഏത് മൂലയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. തിയറി പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അല്ലാത്ത ബാക്കിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് ഒരു മെയിൻ ബുക്കായിട്ട് കണക്കാക്കി പഠിക്കാവുന്നതാണ്. ബട്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് ട്രൂ ദാറ്റ് ഞാൻ കമ്പനിയിലോ ഐ വാസ് ഹാവിങ് 60+, സെറ്റിംഗ് അപ്പിലാണെങ്കിലും 70+ ഉണ്ടായിരുന്നു. ആൻഡ് എക്സെപ്റ്റ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് സബ്ജക്റ്റ് ഞാൻ കമ്പനിയിലോ എല്ലാം സ്കാനേഴ്സ് നോക്കിയായിരുന്നു പഠിച്ചിരുന്നത്. ബട്ട് അത് എപ്പോഴും അത്ര ഫ്രൂട്ട്ഫുൾ ആകണമെന്നില്ല. കാരണം ഞാൻ സ്കാനർ നോക്കി പഠിക്കാനുള്ളൊരു കാരണം, സ്കാനേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സീനിയേഴ്സ് ഉൾപ്പെടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷനാണ് ഈ സ്കാനേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കമ്പനി ലോ ഹൗസിലൊക്കെ കിട്ടുന്ന ഒരു ബുക്കാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആ ബുക്കിനകത്ത് നിങ്ങൾക്ക് പാസ്റ്റ് ഇയർ ഒരു 5 or 6 years ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. ഞാനത് പഠിക്കാനുള്ള കാരണം, ഞാൻ ഒരു 23rd സെക്ഷൻ തൊട്ട് കമ്പനീസ് ആക്ടിനകത്ത് 23rd സെക്ഷൻ തൊട്ട് 205 സെക്ഷൻ വരെ എനിക്ക് A to Z തറവായിരുന്നു. അക്കാരണത്താലാണ് ഞാൻ സ്കാനേഴ്സ് മാത്രം റെഫർ ചെയ്തതും ടെക്സ്റ്റ് റെഫർ ചെയ്യാണ്ടിരുന്നതും. ഒപ്പം നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസ് ക്ലാസ്സിൻ്റെ കമ്പനിയിലോ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇത് പുതിയതായിട്ട് കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ് ആക്ട്, എന്താണ് റൂൾസ്, എന്താണ് നോട്ടിഫിക്കേഷൻ സർക്കുലർ എന്നൊക്കെ സംശയം ഉണ്ടാകാം ഒരു പക്ഷേ. അപ്പോൾ ഞാനതൊക്കെ പിന്നീട് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് പഠിക്കേണ്ടത്, കമ്പനീസ് ആക്ടിനകത്ത് നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന നിലയ്ക്ക് നമ്മൾക്ക് മെയിനായിട്ട് കവർ ചെയ്യേണ്ട ഒരു ഏരിയ കമ്പനീസ് ആക്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ 2 സബ്ജക്റ്റ്, മെയിൻ സബ്ജക്ട്സ് കമ്പനീസ് ആക്ട് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ, ഇത് രണ്ടും കമ്പനീസ് ആക്ടിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷറിനകത്ത് ഇടയ്ക്ക് ലേബർ ലോസും കയറി വരുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. പുതിയ സിലബസ് ഞാൻ എൻ്റയർലി നോക്കിയിട്ടില്ല. എൻ്റയർലി നോക്കിയിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ MCQ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങളുടെ എക്സാം പാറ്റേണിനകത്ത് നിങ്ങൾ നോക്കുക. MCQ എങ്ങനെയാണ്, 80-20% വെച്ചിട്ടാണ്, 80% തിയറി 20% MCQ ആണോ അതോ 100% MCQ ആണോ എന്ന് കൺഫേം ചെയ്യാം. MCQ ഉള്ള ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും
നിങ്ങൾ ടെക്സ്റ്റ് A to Z വായിച്ചിരിക്കണം. അത് കമ്പൽസറി ആണ്. അത് 100% മാർക്സ് MCQ എന്നാണെങ്കിലും 20% മാർക്സ് MCQ എന്നാണെങ്കിലും നിങ്ങൾ 100% നിങ്ങൾ ടെക്സ്റ്റ് കവർ ചെയ്തിരിക്കണം. കാരണം MCQ പ്രത്യേകത ഉണ്ട്. അതിനകത്ത് അര മാർക്ക് കാ മാർക്ക് എന്ന് പറഞ്ഞ് കുറച്ചിടാൻ പറ്റില്ല. ഇഫ് ദ ആൻസർ ഈസ് റൈറ്റ് അവർക്ക് ഫുൾ മാർക്ക് നമുക്ക് തന്നേ പറ്റുള്ളൂ. അപ്പോൾ 1 മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് MCQ എന്ന് പറയുന്നത്. തിയറി പോർഷൻ അങ്ങനെയല്ല. സപ്പോസ് ഈവൻ ഇഫ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സെക്ഷൻ വൈസ് എല്ലാം കോട്ട് ചെയ്ത് തന്നെ ആൻസർ എഴുതിയെന്ന് വിചാരിക്കുക, ബട്ട് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ സാധിക്കില്ല നമുക്ക് ഒരു 6 out of 6 മാർക്സ് ആ ക്വസ്റ്റിന് കിട്ടും എന്നുള്ളത്. ആൻഡ് മേജർലി ഞാൻ കണ്ടിരിക്കുന്നത് പെർഫെക്റ്റ് ആൻസേഴ്സിന് വരെ ഒരു 3.5 ഓർ മാക്സിമം 4 മാർക്സ് വരെ കിട്ടത്തുള്ളൂ. സോ അതാണ് ഈ എക്സാമുകളുടെ എല്ലാം തന്നെ പ്രത്യേകത. നമ്മൾ വിചാരിക്കുന്ന മാർക്ക് ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. നമ്മളെല്ലാം 100 മാർക്കും പെർഫെക്റ്റ് ആൻസർ ചെയ്ത് വന്നാലും നമുക്ക് 50 മാർക്ക് കിട്ടാനുള്ള സ്കോപ്പേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ MCQ പറയുമ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോൾ 20 മാർക്സ് MCQ ആണെങ്കിൽ 20 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി കമ്മിങ് ടു തിയറി പേപ്പേഴ്സ് ഞാൻ കമ്പനി ലോ ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസിനും അതുപോലെ സെക്യൂരിറ്റി ലോസ് മാത്രമാണ് ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. കാരണം ഐ വാസ് കമ്പാരിറ്റീവ്ലി വീക്കർ ഇൻ ടാക്സ് ലോസ് ആൻഡ് അതർ സബ്ജക്ട്സ്. ബട്ട് ഫോർ എക്സിക്യൂട്ടീവ് സിലബസ് എനിക്ക് ജൂറിസ്പ്രുഡൻസ് അതുപോലെ കമ്പനീസ് ആക്ട് ആണെങ്കിലും സെറ്റിംഗ് അപ്പിനാണെങ്കിലും 60% ആയിരുന്നു, സെറ്റിംഗ് അപ്പിന് 70% ആയിരുന്നു, ടാക്സ് ലോസിന് 55 ആയിരുന്നു. അത് MCQ ആയിരുന്നു ഞങ്ങൾക്ക് 100% പോർഷൻസും. ഒപ്പം നമ്മുടെ സെക്യൂരിറ്റി ലോസും 60% ആയിരുന്നു. EBCL ആൻഡ് അതർ സബ്ജക്ട്സ് എനിക്ക് 50s മാർക്ക് പോയത്. ആൻഡ് ഐ തിങ്ക് MCQ സബ്ജക്ട്സിന് എനിക്ക് അഗെയിൻ 60+ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. സോ MCQ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ മാത്രം എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. അറിയാൻ പാടില്ലാത്ത ആൻസർ ആണെങ്കിൽ എഴുതാതെ ലീവ് ചെയ്തേക്കുക, വിട്ട് കളഞ്ഞേക്കുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നമ്മൾ ഗെയിൻ ചെയ്തത് മറു സൈഡിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. തിയറി സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ഫോർ കമ്പനീസ് ആക്ട് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്, ഓൾസോ ഫോർ സെക്യൂരിറ്റി ലോസ്, നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും സെക്ഷൻ കോട്ട് ചെയ്ത് എഴുതുക. നിങ്ങളുടെ ആൻസറെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. കാരണം ബാക്കിയുള്ള എക്സാമുകളെ സംബന്ധിച്ച് നമ്മളുടെ എക്സാമിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുന്ന ഒരു രീതിയും നമ്മളുടെ ആ ഒരു നോളജും കാര്യങ്ങളൊക്കെയാണ്. കാരണം സാധാരണ ഒരു എക്സാമിൽ നമുക്ക് എന്താണോ മനസ്സിലാക്കി അത് നമ്മളുടെ ഓൺ വേർഡ്സിൽ എഴുതി വെച്ചാലും ഒരു പരിധി വരെ നമുക്ക് മാർക്ക് കിട്ടും. CS എക്സാമിനേഷൻസിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ കേസ് സ്റ്റഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ആ കേസ് സ്റ്റഡി നമ്മൾ വായിക്കുക, പഠിക്കുക, എന്നിട്ട് അതിനെ നമ്മളുടെ ആൻസർ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ സെക്ഷൻസ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. നമ്മളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ സെക്ഷൻസ് ഉണ്ടാവണം. ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു സെക്ഷൻ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ സെക്ഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും പൊതുവേ പറയാറുണ്ട് 4-5 പേര് ഇപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഇപ്പോൾ 100 പേര് എഴുതി കഴിഞ്ഞാൽ ഒരു 5 to 10% പാസ് പെർസെൻറ്റേജ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് 5 to 10 പേരാണ് പാസ്സാവത്തുള്ളൂ. ഇതിനകത്ത് ഒരു പക്ഷേ 1-2 പേര് ചിലപ്പോൾ പറയുമായിരിക്കും, അതായത് സെക്ഷൻസ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സിമ്പിളായിട്ട് ഓൺ വേർഡ്സ് എഴുതിയാലും ഞങ്ങൾ പാസ്സായിരുന്നു. ലെറ്റ് മീ ടെൽ യു, അത് പ്യുവർലി ഒരു ലക്കാണ്. കാരണം നമ്മളുടെ എക്സാം ചെക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒന്നുമില്ല, എക്സെപ്റ്റ് ഫോർ MCQ. എല്ലാം ഇൻഡിവിജ്വൽ ചെക്കേഴ്സ് ആയിരിക്കും ബേസിക്കലി. അപ്പോൾ ഇതിൽ പ്ലെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻസ് കോട്ട് ചെയ്ത് എഴുതിയവരാണ് ഭൂരിഭാഗവും പാസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിനകത്ത് എക്സെപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് പ്യുവർലി ഒരു ലക്ക് ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഡെഫിനറ്റ്ലി ഈ എക്സാമിന് ലക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം എല്ലാ എക്സാമിനറും ഒരേ രീതിക്ക് തന്നെ ചെക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു പക്ഷേ എത്ര പെർഫെക്റ്റ് ആൻസർ എഴുതിയാലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സാമിനർ നമുക്ക് അത്രയും നല്ലൊരു മാർക്ക് ഇട്ട് തരണമെന്നുമില്ല. അതൊരു പക്ഷേ നിങ്ങൾ എക്സാമൊക്കെ പാസ്സായതിനു ശേഷം സർട്ടിഫൈഡ് കോപ്പീസൊക്കെ എടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് ഒരു 10% ലക്ക് ഫാക്ടർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളുടെ സ്കില്ല് തന്നെയാണ്, നമ്മളുടെ കഴിവ് തന്നെയാണ്, നമ്മൾ പഠിക്കുന്നതനുസരിച്ചിരിക്കും. സോ കമ്മിങ് ടു കമ്പനീസ് ലോ സബ്ജക്റ്റിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുക ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് വൈസ് ആയിരിക്കാൻ സാധ്യത കുറവാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറുമാരാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുക സെക്ഷൻ വൈസ് ആയിരിക്കും. അതായത് അവരൊരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കും. നമ്മുടെ ആക്ടിനകത്ത് തന്നെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിനകത്തെ ചാപ്റ്ററും ആക്ടിനകത്തെ ചാപ്റ്ററും ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആ ഒരു ഓർഡറിൽ സെക്ഷൻ വൈസ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനുള്ള സാധ്യത കൂടുതൽ. എക്സെപ്ഷൻസ് ഉണ്ടാവാം, ഒരു പക്ഷേ ICSI ടെക്സ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിപ്പിക്കുന്നവരും ഉണ്ടാകാം. എനിവേസ് വാട്ട് ഐ വിൽ സജസ്റ്റ് ഈസ് നിങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം സെക്ഷൻ 3, സെക്ഷൻ 1 and 2 നമ്മുടെ ആക്ടിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം സെക്ഷൻ 3 നിങ്ങൾ എല്ലാ സെക്ഷൻസും അറിഞ്ഞിരിക്കുക.
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. എല്ലാ സെക്ഷൻസും അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾ കമ്പനീസ് ലോ സബ്ജക്റ്റിനകത്ത് ഹെൽപ്പ് ചെയ്യും, അതുപോലെ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ അതിനകത്തും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ A to Z സെക്ഷൻസ് അറിഞ്ഞിരിക്കുക. ചില സെക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. കാണാപ്പാഠം തന്നെ പഠിക്കണം. അതിനകത്ത് പ്രൊവിഷൻസ് അത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആ ത്രഷോൾഡ് ലിമിറ്റ്സ് ഒക്കെ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്ഷൻ 135 CSR നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് ത്രഷോൾഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലിമിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇത്രയായിരിക്കണം, നെറ്റ് വർത്ത് ഇത്രയായിരിക്കണം, ഇല്ലെങ്കിൽ ടേൺ ഓവർ ഇത്രയായിരിക്കണം, ഇല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം, എങ്കിൽ മാത്രമാണ് ഈ പർട്ടിക്കുലർ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് ആ സെക്ഷൻ പഠിപ്പിക്കുക. അങ്ങനെയുള്ള സെക്ഷൻസിനകത്ത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടുക ആ ത്രഷോൾഡ് വെച്ചിട്ടായിരിക്കും. സോ ആ ത്രഷോൾഡ്സ് നമുക്ക് കാണാപ്പാഠം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ത്രഷോൾഡിനകത്ത് ഫോർ എക്സാമ്പിൾ നെറ്റ് പ്രോഫിറ്റ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 crore എന്നുമായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 crore ഓർ മോർ എന്നുമായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലത്തുള്ള മൈന്യൂട്ട് സംഭവങ്ങൾ, അതായത് ഓരോ ആൻഡിനും ഓറിനും വരെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും സെക്ഷൻസ് വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് തന്നെ വായിക്കണം. സാധാരണ ഒരു തിയറി സബ്ജക്റ്റ് വായിക്കുന്നത് പോലെ നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കാൻ നിൽക്കരുത്. അതിന് മെയിൻ തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ. മറ്റൊരു കാര്യമാണ് നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുന്ന രീതി. ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 100% ക്വസ്റ്റ്യൻസും കമ്പനി ലോനകത്ത് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരിക. അതായത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെക്ഷൻ വെച്ചിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ തിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുക. അതിനകത്തും ഇതുപോലെ ചിലപ്പോൾ ഈ 1 page ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളുടെ മെയിൻ പ്രോബ്ലം കിടക്കുന്നത്. അതിനായിരിക്കും നമ്മൾ ആൻസർ ആക്ച്വലി കൊടുക്കേണ്ടിയിരിക്കുക. വൺസ് നമ്മൾ ആൻസർ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതാണ് ആൻസർ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആൻസർ യെസ് ഓർ നോ കൊടുത്തിട്ട് ആൻസർ നമുക്ക് നമ്മുടെ സിംഗിൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് എഴുതാം. എന്നിട്ട് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് സെക്ഷനാണോ ആ ക്വസ്റ്റ്യനിൽ ആപ്ലിക്കബിൾ ആകുന്നത് ആ പർട്ടിക്കുലർ സെക്ഷൻ ആദ്യം കോട്ട് ചെയ്യുക. as per section so and so read with applicable rules made thereunder എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാർട്ടിങ് തന്നെ ഫ്രെയിം ചെയ്യാം. അതൊരു വൈഡ്ലി അക്സെപ്റ്റഡ് ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ കമ്പനിയിലെ ആൻസേഴ്സ് ഫ്രെയിം ചെയ്യപ്പെടാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ സെക്ഷൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണോ, അതിനകത്ത് എന്തൊക്കെ സെക്ഷൻസ് സബ്സെക്ഷൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കോട്ട് ചെയ്ത് എഴുതുക. സബ്സെക്ഷൻ നമ്പേഴ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ മെയിൻ സബ്സെക്ഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ നമ്മൾ മെയിൻ സെക്ഷൻ നമ്പേഴ്സ് മാത്രം ഓർത്തിരിക്കുക. ആൻഡ് ഇമ്പോർട്ടൻറ്റ് റൂൾ നമ്പേഴ്സും ഓർത്തിരിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. റൂൾ നമ്പേഴ്സും പ്രൊഫഷണലിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം വരിക. അപ്പോൾ എക്സിക്യൂട്ടീവ് സിലബസിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സെക്ഷൻ നമ്പേഴ്സ് പഠിച്ചിട്ട് തന്നെ പോവുക. ആ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്ത് ആൻസർ എഴുതിയാൽ നമുക്ക് ആൻസറിന് കുറച്ചുകൂടി വെയിറ്റേജ് കിട്ടും, കുറച്ചുകൂടി മാർക്ക് കൂടുതൽ കിട്ടും. ദാറ്റ് ഈസ് 100% ഷുവർ. അപ്പോൾ സെക്ഷൻ ആദ്യം കോട്ട് ചെയ്യുക. ആസ് പെർ സെക്ഷൻ ഇപ്പോൾ 205 ആണെങ്കിൽ 205 റെഡ് വിത്ത് റെലവൻറ്റ് റൂൾസ് മെയ്ഡ് തരേണ്ടത് ഇന്നതാണ് എന്ന് പറഞ്ഞ് ആ സെക്ഷൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്സ് നമ്മൾ കാണിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾക്ക് ഈ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മളുടെ ഈ പർട്ടിക്കുലർ സെക്ഷനായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് വിശദീകരിക്കാം. ആൻഡ് ഫൈനൽ തേർഡ് പാരഗ്രാഫ് നമുക്ക് കൺക്ലൂഷനായിട്ട് കാണിക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ. 3 പാരഗ്രാഫിലായിരിക്കും മേജർലി എല്ലാ കമ്പനിയിലെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഫ്രെയിം ചെയ്യപ്പെടുക. ആൻഡ് കമ്മിങ് ടു അതർ സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ജൂറിസ്പ്രുഡൻസ് ആണെങ്കിൽ നമുക്ക് ഞാൻ എക്സാം എഴുതിയ സമയത്ത് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായിരുന്നു ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡോക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഞാനപ്പോൾ അതിനകത്ത് 2 എക്സാമിനും ഞാൻ 2 അറ്റംപ്റ്റ് എടുത്താണ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായത്. 2നും എനിക്ക് ഓർമ്മത്തിന് 50+ ഓണത്തിന് 60+ ഉണ്ടായിരുന്നു, 55 and 62 ഐ ഗസ്. അപ്പോൾ അതിനകത്ത് ഞാൻ 2ലും ആൻസർ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പോയിന്റ് വൈസ് ആണ്. അതൊരു പർട്ടിക്കുലർ ഡോക്ടറിനെ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്, അതായത് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ നോട്ട്സ് ഉണ്ടാക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് തന്നെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ സ്വയം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ട്സ് മാക്സിമം ഉണ്ടാക്കി തന്നെ പോവുക. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. എന്നിട്ട് ഈ നോട്ട്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നെ ഫ്രെയിം ചെയ്യുക. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്താലും കുഴപ്പമില്ല. എല്ലാ ആൻസറും ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നായിരിക്കില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിലാകും. നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ്
ഒരു ബി കോം ഇല്ലെങ്കിൽ PG ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ +2 എങ്കിലും കഴിഞ്ഞ് വന്നവരായിരിക്കും. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. എനിവേയ്സ് നമ്മൾ ഈ ചാനൽ സെക്രട്ടേറിയൽ സ്കോളറിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മലയാളി CS സ്റ്റുഡൻസ്, എസ്പെഷ്യലി എയിമിംഗ് അറ്റ് CS സ്റ്റുഡൻസ്, എന്നാലും കമ്പനിയിലോ പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും CMA ആണെങ്കിലും CA ആണെങ്കിലും അല്ലാതെ പുറത്ത് വേറെ ഏതെങ്കിലും ഏതൊരു സ്റ്റേക്ക് ഹോൾഡറിനാണെങ്കിലും നമ്മളുടെ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ കമ്പനി ലോൻ്റെ 3rd സെക്ഷൻ തൊട്ട് ഫുൾ കവറേജ് A to Z, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ സെക്ഷൻസും നമ്മൾ A to Z എല്ലാ സെക്ഷൻസും 3 to 205 നമ്മൾ സെക്ഷൻസ് കവർ ചെയ്യും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ ചെന്ന് പഠിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ CS എക്സിക്യൂട്ടീവ് പഠിക്കുന്ന അല്ലെങ്കിൽ CS പ്രൊഫഷണൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.